മക്കളില്ലാത്തവരുടെ വിഷമം നിങ്ങൾ കണ്ടോ? ഇവിടെ കെട്ടുതാലി ഉൾപ്പെടെ എല്ലാം വിറ്റിട്ട് അവരെ കൊച്ചിനെ വാങ്ങിച്ച പൊങ്ങടി ശരിക്കും റാക്കറ്റിന്റെ കണ്ണിയായിട്ട് അവരുടെ ആഗ്രഹം കുറച്ചുകൂടെ പൈസ അയക്കുക, ഈ കൊച്ചിനെ വിൽക്കുക. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. നീ ആണ്ടവർക്ക് വേണ്ടി നിൽക്കോ? തമ്പുരാൻ എന്നോട്, ഞാൻ സ്റ്റേജിൽ നിന്നപ്പോൾ നിന്നെ കണ്ട കർത്താവ് എന്നോട് പറഞ്ഞു, ഈ പിള്ളാരുടെ കാര്യത്തിൽ ഭയങ്കര സങ്കട, കുളന്തയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചങ്ക് കത്തിപ്പോകും. നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പിള്ളേരില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എത്ര ലക്ഷം രൂപ കൊടുത്താ കൊച്ചിന്? 8.5 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ അത് കളിപ്പീരായിരുന്നു. ആ തള്ള നിങ്ങളെ കളിപ്പിച്ച അവരെ ഈ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന റാക്കറ്റിലെ ഒരു കണ്ണിയാ, സത്യം. പക്ഷെ എന്നോട് ആണ്ടവർ പറയുക, ആ ചിൽഡ്രൻസ് ഹോമിലുള്ള കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തിരിച്ചു വരാൻ പോവാ. ഒന്ന് കൈയടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുക, ഇവൾ അതിനു വേണ്ടി ഒരുപാട് ആണ്ടവരോട് നിലവിളിച്ചിട്ടുണ്ട്. നീ ഇന്ന് രാവിലെ പോരുമ്പോ ആണ്ടവരോട് പറഞ്ഞു, ആണ്ടവരെ എനിക്ക് മരിക്കും വരെ ആ പിള്ളയെ വേണം, ആ കൊച്ചിനെ എനിക്ക് വേണം. ഞാനേ പ്രവചനം പറയുക, ആ പിള്ള നിങ്ങളുടെ വീട്ടിൽ തിരിച്ചു വരും. വേണ്ടേ? അതാ സ്വപ്നം. രണ്ടാമത് ഒരു കാര്യം കൂടെ ദൈവം പറയുന്നുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന വീടില്ലേ, അതിനകത്തൊരു അത്ഭുതം നടക്കാൻ പോവാ. ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ അല്പനിമിഷം നമ്മുടെ കർത്താവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന അടമന ഘടക ശംബര അതിമനകസിയ. നമ്മൾ തമ്മിൽ ആദ്യം കാണുക അല്ലേ? നിങ്ങളൊന്ന് കേട്ടേ പ്രിയരെ, ഇവരാശിച്ച് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം അവരാശിച്ചൊരു കൊച്ചിനെ എടുത്തു. 8.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു. ഞാൻ ശരിക്കും കണ്ടത് ആ കുഞ്ഞിനെ വിൽക്കുന്ന സംഘമായിരുന്നത്. ഇന്ന് ആ കുഞ്ഞ് ജൂനിയർ ഹോമിലാ. പക്ഷെ കർത്താവ് എന്നോട് പറയുക, ആ കൊച്ചി ഇവിടെ കൈ തിരിച്ചു വരും. കോടതി കേസ് പറഞ്ഞ് കോടതി ഇവർക്ക് അനുകൂലം. മക്കളെ, നിങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ കുഞ്ഞിനെ എഴുതി വെക്കേണ്ടി വരും കേട്ടോ, ചെയ്തേക്കണം. ആ രീതി കാര്യങ്ങൾ നടക്കും. ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ ഇവിടെ എലോഹിമിൽ ആരാധനയ്ക്ക് വരും. എലോഹിമിൽ ഇവിടെ ആരാധനയ്ക്ക് വരുമെന്നല്ല, എലോഹിമിൽ മാർത്താണ്ഡത്ത് ആരാധനയ്ക്ക് വരും. എലോഹിമിന്റെ ഒരു ബ്രാഞ്ച് മാർത്താണ്ഡത്ത് തുടങ്ങാൻ പോവാ. കൈ അടിച്ചു ദൈവത്തിനൊരു സ്വോത്രം പറഞ്ഞേ. എന്നോട് കർത്താവ് പറയാം, മാർത്താണ്ഡത്ത് ചില ആളുകളെ ദൈവം ഉപയോഗിക്കും. അതിന് ചില ആളുകളെ അഭിഷേകത്താ ദൈവം നിറയ്ക്കും. അർത്ഥമനഘടക ശബ്ദരാധനസിയ റീമാനഘടക പ്രഭാലികൾക്കമനഘടകസിയ. ഈ കേസ് കുറച്ചു നാൾ നടന്നിട്ട് നിങ്ങൾക്ക് ഈ കേസ് കുറച്ചു നാൾ നടന്നിട്ട് ഈ കേസ് നിങ്ങൾക്ക് അനുകൂലമായി വരും. വന്നിട്ട് ജഡ്ജി പറയും, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഈ കൊച്ചിന് എഴുതി വെക്കും. എഴുതി വെച്ച് അവനെ നമ്മൾ ശൗമേൽ ബാലിനെ പോലെ ദൈവത്തിന് വേണ്ടി വളർത്തും. നിങ്ങൾ കൈയടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ ആ കൃത്യതയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ, അവിടെ പേരെന്നെ അറിയോ? പൂങ്കടി. അവിടെ ഒരു റാക്കറ്റിന്റെ കണ്ണിയാ. ശരിക്കും ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്ന അങ്ങനെ ഈ പൂങ്കൊടിയല്ലേ, പൂങ്കടി. ഈ പൊങ്ങടി ശരിക്കും ഒരു റാക്കറ്റിന്റെ കണ്ണിയായിട്ട് അവരുടെ ആഗ്രഹം കുറച്ചുകൂടെ പൈസ അയക്കുക, ഈ കൊച്ചിനെ വിൽക്കുക. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ കർത്താവ് അത് കയറി തടഞ്ഞ. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ സംഭവിക്കാനായിട്ട് പോവാ. പ്രിയരെ, ഈ കുഞ്ഞില്ലാത്തവരുടെ, മക്കളില്ലാത്തവരുടെ വിഷമം നിങ്ങൾ കണ്ടോ? ഇവിടെ കെട്ടുതാലി ഉൾപ്പെടെ എല്ലാം വിറ്റിട്ട് അവരെ കൊച്ചിനെ വാങ്ങിച്ച 8.5 ലക്ഷം രൂപയ്ക്ക്. അപ്പം നമുക്കുള്ള പിള്ളേരെ
ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്ത നിങ്ങൾ വളരെ നമ്മുടെ കൊച്ചിനെ തിരിച്ച് നമുക്ക് കിട്ടും. നമുക്ക് വിശ്വാസം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിനക്ക് ഭയങ്കര സങ്കടമായിരുന്നു, നീ ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് അങ്ങ് പോയി. യേശു എന്നോട് പറയാ അതൊന്നും വേണ്ട, ഈ രാവിലെ ഒരു കോടതി നടപടിക്രമം നടക്കാൻ പോവാ, അത് നിനക്ക് അനുകൂലമായിട്ട് ഒരു വിധി ദൈവം പുറപ്പെടുവിക്കാൻ പോവാ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വായിന്ന് നിനക്ക് വേണ്ടി ഒരു വിധി പുറപ്പെടുവിക്കുന്നത് പോലെ ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് അർമ്മമനഘടക സന്തരാധന വേദപ്രഭാനിയാന്തരചസിയ യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി ചലിക്കട്ടെ, ഒരു ദൈവത്തിന്റെ ശക്തി ചലിക്കട്ടെ. ആ കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അതിനെ ദൈവത്തിന് കൊടുക്കുമോ? ആണ്ടവർക്ക് കൊടുക്കണമെന്നാ ഞാൻ ഊഴിയത്തിന് കൊടുക്കുമോന്നാ ഞാൻ ചോദിച്ചേ. കൊടുക്കുമല്ലോ, വലിയ ആളാ, പെരിയ ആളാക്ക. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം എത്ര ഒക്കെ കിട്ടും. അതിൻ്റെ അമ്മ അതിനെ എവിടെ മറച്ചു വെക്കാൻ നോക്കിയാലും തമ്പുരാൻ കയറി തടയും. നിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ ഒരു ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകും, ദൈവത്തിൻ്റെ സ്വസ്ഥതയുണ്ടാകും. കൈ അടിച്ചു വിളിക്കാൻ പറ്റുന്ന ആളുകൾ ചേർന്ന രണ്ട്
ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ആദിനും അന്ത്യനുമായോരേ ജീവൻ ഉറവിടമായോരേ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോരേ ആദിനും അന്ത്യനുമായോരേ ജീവൻ ഉറവിടമായോരേ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോരേ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ അഭിഷേകം അഭിഷേകം എന്റെ സമ്പത്താണ്